ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നു. മുഖ്യമന്ത്രി പ്രത്യേകം താൽപര്യമെടുത്താണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സിനിമാ നയം വന്നതും നിയമനിർമ്മാണം നടത്തുന്നതും അടുത്ത മാസം കോൺക്ലേവ് തീരുമാനിച്ചതും റിപ്പോർട്ടിന്റെ ഭാഗമാണ്. ഇതൊന്നും അറിയാത്ത ആളുകളല്ല ചില കമന്റുകൾ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഇതുവരെയും നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന വിമർശനവുമായി നടിയും WCC അംഗവുമായ പാർവതി തിരുവോത്ത് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 5.5 വർഷമായെന്നും എന്തെങ്കിലും തീരുമാനമായോ എന്നും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പാർവതി ചോദ്യം ഉന്നയിച്ചു. എന്തിനായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്നതിൽ ഇനിയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും സിനിമാ മേഖലയിൽ ആവശ്യമായ നിയന്ത്രണങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരാനുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നതായിരുന്നു ആ റിപ്പോർട്ടിന്റെ ലക്ഷ്യമെന്നും പാർവതി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഇതിന് പിന്നാലെ പാർവതി തിരുവോത്തിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പുമായി നടി മാല പാർവതിയും സംവിധായിക വിധു വിൻസെന്റും രംഗത്തെത്തി. പാർവതിയോടും WCCയോടും ഏറെ ആദരവും ബഹുമാനവും ഉണ്ടെങ്കിലും സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണമെന്ന് മാല പാർവതി പ്രതികരിച്ചു. സിനിമയിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരം ഒരുക്കുന്നതിനും മെച്ചപ്പെട്ട തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടി സർക്കാർ എടുക്കുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ കാണാതെയാണോ പാർവതി സംസാരിക്കുന്നത് എന്നും മാല പാർവതി കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ താൻ നൽകിയ മൊഴിയിൽ SIT FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയ സാഹചര്യത്തെക്കുറിച്ചും മാല പാർവതി പോസ്റ്റിൽ വിശദീകരിച്ചു. താരങ്ങളാണെന്ന ബലത്തിൽ കാരടച്ച് വെടിവെക്കരുത് എന്നും വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് വേണം വിമർശിക്കാനെന്നും വിധു വിൻസെന്റ് പ്രതികരിച്ചു. പാർവതിയെപ്പോലെ തിരിച്ചറിവുള്ള സ്ത്രീകളിൽ നിന്നും കേരളം അതാണ് പ്രതീക്ഷിക്കുന്നത് എന്നും വിധു വിൻസെന്റ് കൂട്ടിച്ചേർത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.